Hello students, here we discuss solution of system of linear equations. Solution of system of linear equations using inverse of a matrix. This is also called matrix method. Now consider the equations a1x plus b1y equal to c1, a2x plus b2y equal to c2. ഇതിനെ നമുക്ക് മാട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതാം. മാട്രിക്സ് a1 b1 a2 b2 ഇൻറ്റു മാട്രിക്സ് xy ഈക്വൽ ടു മാട്രിക്സ് c1 c2. ഇവിടെ ഇതിനെ കോഎഫിഷ്യന്റ് മാട്രിക്സ് എന്ന് പറയും. ഇവിടെ ഫസ്റ്റ് കോളം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും സെക്കൻഡ് കോളം വൈയുടെ കോഎഫിഷ്യൻറ്റും ആണ്. ഇത് വേരിയബിൾ മാട്രിക്സ് ആണ്. ഇവിടെയുള്ള വേരിയബിൾസ് എക്സും വൈയും. ഇത് അതിലെ കോൺസ്റ്റൻസിൻ്റെ മാട്രിക്സ് ആണ് ബി. Now this equation can be written in the form ax equal to b. അതായത് ഈ മാട്രിക്സിനെ എക്സ് എന്ന മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു കോളം മാട്രിക്സ് കിട്ടും. അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ വി ഹാവ് ദിസ് ഇക്വേഷൻസ് ax equal to b. ഇനി ഈ ഇക്വേഷനിൽ എക്സ് കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എ ഇൻവേഴ്സ് കൊണ്ട് ഈ ഇക്വേഷനെ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ax equal to a inverse b implies x equal to a inverse b. എക്സ് ആണ് ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈയും ഉള്ള വേരിയബിൾ മാട്രിക്സ് ആണ്. ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. വൺസ് അഗൈൻ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എ എക്സ് ഈക്വൽ ടു ബി ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. For example, solve the system of equations 2x plus 3y equal to 12, 3x minus 2y equal to 5. ഇതിന് നമ്മൾ ആദ്യം മാട്രിക്സ് ഫോമിൽ എഴുതുന്നു. ദാറ്റ് ഈസ് മാട്രിക്സ് ഫസ്റ്റ് കോളം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇറ്റ് ഈസ് 2 3, സെക്കൻഡ് കോളം വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് ദാറ്റ് ഈസ് 3 minus 2. ഇത് വേരിയബിൾ എക്സ് വൈ ആൻഡ് കോൺസ്റ്റൻറ്റ് മാട്രിക്സ് ഈസ് 12 5. That is, this matrix is A, it is X and it is B. Now it is of the form AX equal to B, hence solution is X equal to A inverse into B. Implies X equal to A inverse is 1 by determinant of A into adjoint of A. That is 1 by minus 30 into adjoint of A. Adjoint of A എന്ന് പറയുന്നത് 2/2 മാട്രിക്സ് ആയതുകൊണ്ട് ഈ രണ്ട് എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ബാക്കി രണ്ട് എലമെൻറ്റ്സിൻ്റെയും സൈൻ ചെയ്യുക. ദറ്റ് ഈസ് -2 -3 -3 2. ഇത് എ ഇൻവേഴ്സ് ആണ്. ഇതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് ഇൻറ്റു 12 5. ഇനി ഈ 1 by -13 അവിടെ തന്നെ വെച്ചുകൊണ്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് ഈസ് 1 by -13 ഇൻറ്റു ദിസ് മാട്രിക്സ് ഈസ് product is -2 into 12 -24 -15 that is -39 and -36 plus 10 equal to -26. Now -13 by -39 divided by -13 and -26 divided by -13 that's equal to matrix 3 2. That is capital X, that is x equal to 3 2. That is this matrix. ഇതാണ് capital X എന്ന മാട്രിക്സ്. xy matrix xy equal to matrix 3 2. That is x equal to 3 and y equal to 2, which is the solution of this system. Okay. Consistency of the system of linear equations. എന്താണ് ഒരു കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് നോക്കാം. A system of equation is said to be consistent if its solution exists. ഒരു സിസ്റ്റത്തിന് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടാവണം എന്നില്ല. സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തെ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയും. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റന്റ് ഇഫ് ഇറ്റ്സ് സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്നും സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തെ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്നും പറയും. എപ്പോഴാണ് ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുക എന്ന് ചെക്ക് ചെയ്യാം. Now consider the system AX equal to B. First case, if A is a non-singular matrix, that is determinant of A not equal to 0. ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഇതാണ്. ഇഫ്
determinant of A not equal to 0, system has unique solution. That solution is x equal to A inverse into B. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ട പോലെ ജസ്റ്റ് A inverse ആണ് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Case 2, if A is a singular matrix. If A is singular matrix, then determinant of A equal to 0. Determinant of A 0 ആണെങ്കിൽ നമുക്ക് A inverse കാണാൻ പറ്റില്ല. ആ കേസിൽ നമ്മൾ അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി കാണണം. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആവുകയും അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി നോൺ സീറോ ആവുകയും ചെയ്താൽ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. ആ സിസ്റ്റത്തിന് ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആവുക, അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി നോൺ സീറോ ആവുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. നൗ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആവുകയും adjoint of A into B യും 0 ആവുകയും ചെയ്താൽ system is inconsistent or inconsistent according as system have either infinitely many solution or no solution. ഈ കേസിൽ ചിലപ്പോൾ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവാം, അതർവൈസ് നോ സൊല്യൂഷൻ. അപ്പോൾ രണ്ട് കേസാണ്. ഫസ്റ്റ് കേസ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. That solution is x equal to A inverse into B. If determinant of A equal to 0, we find adjoint of A into B. If adjoint of A into B not equal to 0, system is inconsistent. If it is also 0, system may either consistent or inconsistent. നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Examine the consistency of the system of equations. First question, x equal to x plus 2y equal to 2, 2x minus y equal to 5. Here A equal to, we have first column is coefficient of x, that is 1, 2, second column 2 minus 1. Determinant of A equal to minus 1 minus 4, which is not equal to 0. So determinant of A not equal to 0 ആണ്. അതായത് A ഒരു നോൺ സിംഗുലർ മാട്രിക്സ് ആണ്. Therefore system is consistent. Second question, x plus 3y equal to 5, 2x plus 3y equal to 3. Here A equal to matrix 1, 3, 2, 3. Here also determinant of A equal to 3 minus 6, which is not equal to 0. System is consistent. Third one, x plus 3y equal to 5, 2x plus 6y equal to 8. Here A equal to matrix 1, 3, 2, 6. Determinant of A equal to 0. If determinant of A equal to 0, we find adjoint of A into B. Here adjoint of A into B is, adjoint is this, into B. B is constant matrix, that is 5, 3, 5, 8. This is equal to 30 minus 24 minus 10 plus 8, which is not equal to 0. But determinant of A 0 ആവുന്നു, adjoint of A into B not equal to 0. അപ്പോൾ ഉള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. Equations in 3 unknowns. Here A equal to first column x ന്റെ coefficient, second column y യുടെ coefficient, third column z ന്റെ coefficient ആണ്. Determinant of A is 0. Determinant of A 0 ആവുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി നോക്കുന്നു. അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി, അഡ്ജോയിന്റ് ഓരോ എലമെന്റ്സിൻ്റെയും കോഫാക്ടേഴ്സ് എഴുതി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി. B is here coefficient matrix 2, minus 1, 3. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. നമുക്കറിയാം ഒരു എലമെന്റ് നോൺ സീറോ ആയാൽ തന്നെ മാട്രിക്സ് നോൺ സീറോ ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൈനസ് 10, മൈനസ് 10, മൈനസ് 20 plus 15, which is not equal to 0. Hence system is inconsistent. Now solve the system of linear equations using matrix method. First question, 5x plus 2y equal to 4, 7x plus 3y equal to 5. ആദ്യം നമ്മൾ മാട്രിക്സ് ഫോം എഴുതുന്നു. That is 5, 2, 7, 3. ആക്ച്വലി കോളം വൈസ് എഴുതുക. അത് അങ്ങനെയാണ് നോക്കേണ്ടത്. കാരണം ഫസ്റ്റ് കോളം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, സെക്കൻഡ് കോളം വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്. ഇൻ കേസ് ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിൾ മിസ്സാണെങ്കിൽ ആ പ്ലേസിൽ 0 ചേർക്കുക. into xy equal to 4, 5. That is a into x equal to b. Determinant of a equal to 15 minus 14 equal to 1. Solution is x equal to a inverse into b.
that is here determinant is 1, therefore A inverse is adjoint of A itself, therefore A inverse into B is this one, that's equal to this is a column matrix. ഇതൊരു 2x2 മാട്രിക്സ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്, കാരണം ഈ ലാസ്റ്റ് കിട്ടുന്ന എപ്പോഴും ഒരു കോളം മാട്രിക്സ് ആയിരിക്കും. കാരണം ഈ സെക്കൻഡ് മാട്രിക്സ് ഒരു കോളം മാട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഏത് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊരു കോളം മാട്രിക്സ് ആയിരിക്കും കിട്ടുക. this equal to 2 minus 3, that is x equal to 2, y equal to minus 3, which is the solution of this system. Another question, 2x plus 3y plus 3z equal to 5, x minus 2y plus z equal to minus 4, 3x minus y minus 2z equal to 3. Matrix form is, this is the coefficient matrix into variable matrix x, y, z equal to constant matrix 5 minus 4 3. Determinant of A equal to 3/3 matrix ആണ്. first element into its minor 2 into minus 4 plus 1 minus 3 into minus 2 minus 3 plus 3 into minus 1 plus 6, that's equal to 2 into 5 minus 3 into minus 5 plus 3 into 5, that's equal to 10 plus 15 plus 15 equal to 40, which is not equal to 0. Hence solution is x equal to A inverse B. A inverse കാണാൻ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് A11 4 plus 1, A11 എന്ന് പറയുന്നത് minus 2 into minus 2 4 plus 1 5. A12 is 3യുടെ കോഫാക്ടർ ആണ്. that is A12 കൊടുക്കുമ്പോൾ ആദ്യം ഒരു മൈനസ് കൊടുക്കണം, കാരണം ഇതിൻ്റെ സഫിക്സിൻ്റെ സം ഓഡ് നമ്പർ ആയതുകൊണ്ട് ഒരു മൈനസ് എക്സ്ട്രാ വരും. മൈനസ് ഓഫ് -2 -3, that is 5 into minus, that is minus 5 into minus, that is 5. ഇനി A13 പോസിറ്റീവ് ആണ്, അപ്പോൾ -1 plus 6, that is 5. A21 മൈനസ് ഓഫ് ആണ്, മൈനസ് ഓഫ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, A11 വരുമ്പോൾ ഡയറക്റ്റ് കൊടുക്കുക, A12 വരുമ്പോൾ മൈനസ് കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ചെയ്യുക, A13 ഡയറക്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്ത് വരിക. A22 A23 A31 A32 A33. ഇനി അഡ്ജോയിൻ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് എഴുതുക. ഇറ്റ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ആദ്യം 5 3 9, അത് റോ വൈസിൽ എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഒരു മാട്രിക്സ് ഫോമിൽ തന്നെയാണുള്ളത്. ഇതിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 5 5 5 ആണ്, അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതുക. 3 minus 13 11 സെക്കൻഡ് കോളം, 9 1 minus 7 തേർഡ് കോളം. ദിസ് ഈസ് adjoint of A. Determinant of A is 40. Now solution is x equal to A inverse into B, that is 1 by determinant of A into adjoint of A into B. 5 minus 4 3. ഈ കോൺസ്റ്റന്റ് ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഈ രണ്ട് മാട്രിക്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. that is 1 by 40 into, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോളം മാട്രിക്സ് ആണിത്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1 by 40 into 40 80 minus 40, that is equal to 1 2 minus 1, that is this matrix is x equal to this, that is x equal to 1, small x equal to 1, y equal to 2, z equal to minus 1, which is the solution of this system. അപ്പോൾ സ്റ്റെപ്സ് ശ്രദ്ധിക്കുക. ആദ്യം മാട്രിക്സ് ഫോമിൽ എഴുതുന്നു. ഇത് കോഎഫിഷ്യന്റ് മാട്രിക്സ് എ, ഇത് വേരിയബിൾ മാട്രിക്സ് എക്സ്, ഇത് ഇതിലെ കോൺസ്റ്റൻസിൻ്റെ മാട്രിക്സ് ദറ്റ് ഈസ് ബി. Ax equal to B. ആദ്യം ഡിറ്റർമിനന്റ് കാണുന്നു, which is non-zero, that is 40. Now we find adjoint of A by writing cofactors of each element, then its transpose, that is adjoint of A. Solution is x equal to A inverse into B, that is 1 by 40 into this matrix, that is adjoint of A into B, this one. കോൺസ്റ്റന്റ് ഇവിടെ വെച്ചുകൊണ്ട് ഈ രണ്ട് മാട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുക, ദറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 by 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ വി ഹാവ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ സം എക്സർസൈസ് ഇൻ ദി ടെക്സ്റ്റ് ബുക്ക്. ഇത് രണ്ട് വേരിയബിൾ ഉള്ള രണ്ട് ഇക്വേഷൻസ് ആണ്.
ഇതും അതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഫൈൻഡ് എ ഇൻവേഴ്സ്, അത് എ ഇൻവേഴ്സ് കാണാം. 2 സ്റ്റെപ്പായിട്ട് ക്വസ്റ്റ്യൻ തന്നു എന്നേ ഉള്ളൂ. യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദി സിസ്റ്റം. കാരണം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് മാട്രിക്സ് തന്നെയാണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ച് എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇവിടെ ദി കോസ്റ്റ് ഓഫ് 4 kg ഓനിയൻ, 3 kg വീറ്റ് ആൻഡ് 2 kg റൈസ് ഇസ് ₹60. കോസ്റ്റ് ഓഫ് 2 kg ഓനിയൻ, 4 kg wheat and 6 kg rice is ₹90. Cost of 6 kg onion, 2 kg wheat and 3 kg rice is ₹70. Find the cost of each item per kg by matrix method. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒനിയൻ്റെ വെയിറ്റ് ഫസ്റ്റ് കോളത്തിൽ എഴുതുക. അതായത് ഫസ്റ്റ് കോളം എന്തായിട്ട് വരും? 4, 2 ആൻഡ് 6. സെക്കൻഡ് കോളത്തിൽ വീറ്റിൻ്റെ വെയിറ്റ് എഴുതുക. തേർഡ് കോളത്തിൽ റൈസിൻ്റെ വെയിറ്റ് എഴുതുക. ഫസ്റ്റ് കോളം ഒനിയൻ, സെക്കൻഡ് കോളം വീറ്റ്, തേർഡ് കോളം റൈസ്. നമുക്കറിയാത്തത് ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് ഐറ്റം, അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയില്ല. അത് XYZ എന്ന് എഴുതുക. അതിൻ്റെ കോൺസ്റ്റൻ്റ് മാട്രിക്സ് ആയിട്ട് എഴുതേണ്ടത് അതിൻ്റെ ടോട്ടൽ പ്രൈസ് ആണ്. ദാറ്റ് ഈസ് 60, 90, 70. എന്നിട്ട് ആ മാട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യും. ദെൻ ഹിയർ X, Y and Z, that is weight of onion, wheat and rice per kg. Okay.